ആശാന് ശേഷം കയറി മടയിൽ ഒളിച്ചെന്നും ഒതുങ്ങിപ്പോയെന്നും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ പടച്ചുവിട്ടവരെ ഞെട്ടിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു ഫാൻ ബോയ് ഗെറ്റപ്പിൽ തോള് ചിരിച്ച് അയാൾ ആ ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. കേൾക്കുന്ന ഓരോ മാത്രയിലും ആരാധകർക്ക് രോമാഞ്ചം ഉണർത്തുന്ന എൽവചനം. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലും ഇതൊരു വലിയ വിപത്തായി ഇന്ന് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിലേക്കുള്ള ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക്. കൃത്യതയുള്ള വ്യക്തതയുള്ള പൃഥ്വിരാജ് സ്റ്റൈൽ ഓഫ് വേർഡ് പ്ലേ. സത്യം മാത്രമേ പറയാവൂ എന്ന അച്ഛൻ സുകുമാരന്റെ വാക്കുകൾ നെഞ്ചിൽ സൂക്ഷിച്ചാണ് ഇക്കാലം അത്രയും അയാൾ വിമർശകർക്കും കളിയാക്കലിയാർക്കും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടന്നത്. രാജ്യം മുഴുവൻ വലത് ഹാൻഡിലുകൾ വിവാദം കത്തിച്ചു വിട്ട അതേ കാലത്താണ് പ്രൗഢഗംഭീരമായ മനുഷ്യൻ ചലച്ചിത്ര പുരസ്കാര രൂപേണ സംസ്ഥാനത്തിന്റെ ആദരവ് കൈകളിലേക്ക് ഏറ്റുവാങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഒളിഞ്ഞെറിഞ്ഞ് അമ്പെയ്തവരോട് മറുപടി നൽകുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന താരമോ നടനോ മനുഷ്യനോ അല്ല, എണ്ണം പറഞ്ഞ അയാളുടെ സിനിമകളാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉടമസ്ഥനായിരിക്കണം. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് വിമർശനങ്ങൾക്കിടയിലും ഇന്ന് ജീവിക്കുന്നത് ആ സ്വപ്നങ്ങളിലാണ്. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, വിതരണക്കാരൻ തുടങ്ങി കൈവച്ച സമസ്ത മേഖലകളിലും തിളക്കമുള്ള ജയം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും അധികം പണം വാരി പടങ്ങളിൽ 2ലും ലീഡ് റോൾ പൃഥ്വിരാജിന്റേതായിരുന്നു. അതിൽ ആടുജീവിതത്തിന്റെ വിതരണവും ഗുരുവായൂർ അമ്പലനടയിലിന്റെ നിർമ്മാണവും ഏറ്റെടുത്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെ. 2025 എന്നല്ല, നാളിന്ന് വരേക്കും മലയാള സിനിമ നേടിയിട്ടില്ലാത്ത അത്ര നേട്ടം കൊയ്തു ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത എമ്പുരാൻ. സംഘപരിവാർ പരിഭവങ്ങൾക്കിടയിലും 325 കോടിയുടെ മിന്നും നേട്ടം. ആ ഒരൊറ്റ ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് സെയിലിൽ തന്നെ അയാൾ വിമർശകർക്കുള്ള ചൂടൻ മറുപടി നൽകി കഴിഞ്ഞിരുന്നു. സിനിമ നല്ലതോ മോശമോ എന്ന ചോദ്യങ്ങളൊക്കെ മറുപുറം നിൽക്കുമ്പോഴും തിയേറ്ററിൽ ഇറക്കിവിട്ട L1ഉം L2ഉം പണം വാരിയ ചിത്രങ്ങളുടെ തലതൊട്ടപ്പന്മാരായി. കരിയറിലെ സുവർണകാലത്തിന്റെ തുടർച്ച തന്നെയാണ് ഇനിയും അയാളെ കാത്തിരിക്കുന്നത്. അത് തെളിയിക്കാൻ അയാളുടെ അടുത്ത ചിത്രത്തിന്റെ സംവിധായകന്റെ പേര് തന്നെ ധാരാളം. സാക്ഷാൽ SS രാജമൗലി. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ബ്രഹ്മാവായി ഇന്ത്യൻ സിനിമ വാഴ്ത്തുന്ന രാജമൗലിയുടെ മൾട്ടി സ്റ്റാർ ചിത്രത്തിലും പൃഥ്വിരാജ് സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, മാധവൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിന്റെ ആകെ ബജറ്റ് ഇന്നുവരെ ഒരു ഇന്ത്യൻ സിനിമ പരീക്ഷിച്ചിട്ടില്ലാത്ത അത്രയും വലുതെന്ന് റിപ്പോർട്ടുകളുണ്ട്. 1000 കോടി എന്നത് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലാത്ത ഒരു ഏകദേശ കണക്ക് മാത്രം. ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിക്കകത്ത് 50 കോടി മുടക്കിൽ വാരാണസി സെറ്റിട്ടുകൊണ്ടാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ചിത്രീകരണം കൂടാതെ വിദേശത്തും ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ അനൗൺസ്മെന്റിന് മുമ്പ് തന്നെ വമ്പൻ ഹൈപ്പിലാണ്. ഹോംലാൻഡിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവിടെയും അതിഗംഭീര ലൈനപ്പാണ് താരത്തിനുള്ളത്. റൊഷാക്കിന് ശേഷം നിസാം ബഷീർ ഒരുക്കുന്ന നോബഡി, ഗുരുവായൂർ അമ്പല നടയിലിന് ശേഷം വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സന്തോഷ് ട്രോഫി, വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ, വർഷങ്ങളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിലായത്ത് ബുദ്ധ, S മഹേഷ് ചിത്രം കാളിയൻ തുടങ്ങി പല ഓണറിൽ പല വേഷത്തിൽ പൃഥ്വിരാജ് സ്ക്രീനിലെത്തും. ഒപ്പം കരൺ ജോഹർ നിർമ്മിക്കുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം ഷർസമീനും. ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അയാൾക്കെതിരെ രായപ്പൻ വിളികൾ ഉയരുമ്പോഴും പൃഥ്വിരാജ് സുകുമാരൻ അതിനൊക്കെയും മറുപടി നൽകുന്നത് സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ചാണ്. വ്യക്തി അധിക്ഷേപം നടത്തിയവർക്കും സിനിമയിലൂടെ തന്നെ മറുപടി നൽകി. നടനം ക്യാമറയ്ക്ക് മുൻപിൽ മാത്രമേ നാണയിട്ടു. പലകുറി ആ വാക്കിലെ ആത്മാർത്ഥത പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. പെർഫോമൻസിലും മറ്റൊരാൾക്ക് കവച്ചു വെക്കാൻ പഴുതില്ലാത്ത വിധം സ്വയം ആറ്റിക്കുറുക്കി. 24-ാം വയസ്സിലാണ് അയാൾ ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പിന്നീട് സെല്ലുലോയിഡ്, ഇന്ത്യൻ റുപ്പി, അയാളും ഞാനും തമ്മിൽ തുടങ്ങി ഭാഷാന്തരങ്ങളില്ലാത്ത എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സിനിമകൾ, കഥാപാത്രങ്ങൾ. ഇന്നും വിമർശകർക്ക് നൽകാൻ സുപ്രിയയുടെ പോസ്റ്റിലെ ആ അവസാന വാചകമേ ഉള്ളൂ, ആളറിഞ്ഞ് കളിക്കട എന്ന്. അയാളുടെ തട്ട് ഇപ്പോഴും എപ്പോഴും സിനിമകൾ കൊണ്ട് സമ്പന്നമായി താണിരിക്കട്ടെ.